ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വൃത്തിയാക്കിയിട്ട് എനിക്ക് ഒട്ടും തന്നെ തൃപ്തിയായിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ വൃത്തിയാക്കിയത് കുറച്ച് കഴിയുമ്പോൾ കൊളമായിട്ടുണ്ടാവും. എനിക്ക് വൃത്തിയാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കെങ്കിലും അതുപോലെ ഒന്ന് വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം എന്നൊരു കാര്യം നിർബന്ധം കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും നടക്കത്തില്ല. ഇന്ന് എല്ലാവരും പോയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ എന്ന് വെച്ചാൽ എല്ലാവരെയും പറഞ്ഞു വിട്ട ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ ആക്കി. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ ആണെങ്കിലും രാവിലത്തെ പണിയാണ് കേട്ടോ നമ്മുടെ. അപ്പോൾ ഇന്ന് ഞാൻ അവരെ വിട്ട ശേഷം മിന്നൂട്ടീനെ വിട്ടിട്ട് വന്ന ശേഷം പെട്ടെന്ന് തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ലേറ്റായ എനിക്ക് പിന്നെ മടി പിടിക്കും. ഞാനൊന്ന് കിടക്കുകയോ കുറച്ച് നേരം ഇരിക്കുകയോ ചെയ്തിട്ട് ഫോണൊക്കെ നോക്കിയാൽ പിന്നെ എനിക്ക് പണി ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് പിന്നത്തെ പണി ഉച്ച വരെ നീളും കേട്ടോ. എങ്ങനെ ആയാലും കുറച്ച് പണിയെടുക്കും, അപ്പാടിരിക്കും, ഫോൺ നോക്കും. ഇതാണ് മെയിനായിട്ടുള്ള പണി. അതുകൊണ്ട് ഞാൻ ഫോൺ ഇന്ന് നോക്കിയിട്ടില്ല എന്നല്ല കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന അതിനകത്ത് വീഡിയോസ് ഒന്നും നോക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിതാ രാവിലെ തന്നെ തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു തൂക്കാന്ന്. അപ്പോൾ വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെയാണ് എല്ലാ റൂമിലും അടിച്ചിട്ട് എനിക്ക് ഇത്ര പൊടി മാത്രമേ ഇന്ന് കിട്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി വേസ്റ്റ് ഉണ്ടാന്ന്. എവിടെ പോയി എന്നൊന്നും എനിക്കറിയില്ല. അതൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പെട്ടെന്നൊന്ന് തുടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പഴയതുപോലെ തന്നെ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിയാണ്ട് ആദ്യം തുടച്ചു കൊടുക്കുകയാണ്. ഒന്നാമത് തണാറുള്ളത് കൊണ്ട് ഈ തുടക്കുന്ന കോലിനും തണാറുണ്ടാവും. അപ്പോൾ പിഴിഞ്ഞിട്ടിപ്പോൾ തുടക്കാനേ പറ്റുന്നില്ല. പിഴിഞ്ഞിട്ട് തുടക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഇവിടെ തണാറാവും. ഒന്നാമത് വൈറ്റ് കളറായതുകൊണ്ട് പെട്ടെന്ന് തണാറായാലും അറിയുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ മുക്കിയിട്ടാണ് ഇപ്പോൾ തുടച്ചു കൊടുക്കണത്. അങ്ങനെ മുക്കിയിട്ട് എല്ലായിടത്തും ഒരു പ്രാവശ്യമേ തുടക്കുന്നുള്ളൂ കേട്ടോ. എപ്പോഴും തുടക്കുന്നതുകൊണ്ട് വലിയ ചളിയൊന്നുമില്ല. എന്നാലും തുടച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം എന്നൊക്കെ പറയില്ലേ, തുടച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടൂല. അങ്ങനെ അടിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ തുടക്കലും കൂടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ റൂമിലും നമ്മളൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ റൂമിലും ഞാൻ അതുപോലെ തന്നെ കേട്ടോ ചെയ്യണത്. മുക്കിയിട്ട് മാത്രം തുടച്ചു കൊടുക്കുകയാണ്. വലുതായിട്ട് ഉരക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നണത്. വലിയ ചളിയൊന്നും ഇല്ല. ഇങ്ങനെ തുടക്കുമ്പോൾ പെട്ടെന്ന് വൃത്തിയാവും ചെയ്യുന്നു. പിന്നെ നമ്മൾ ഒരു റൂം തുടച്ച് കഴിഞ്ഞിട്ട് അടുത്ത റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ റൂമിലാണെങ്കിൽ ഞാൻ നേരത്തെ പുതപ്പും ബെഡ്ഷീറ്റൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അടിച്ചിട്ട് പെട്ടെന്നൊന്ന് തുടച്ചു കൊടുത്തെങ്കിൽ നമ്മളെ ഈ റൂമിലത്തെ പണി കഴിയും. ഈ തുടക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. തുടച്ചിട്ട് ഉണങ്ങി കാണാൻ നല്ലൊരു ഭംഗിയാണ്. നല്ലൊരു ക്ലീൻ ആയിട്ടുണ്ടാവും. അതുപോലെ കഴുകി അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും തുടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എപ്പോഴും തുടക്കുമ്പോൾ പിന്നെ അങ്ങനെ വലിയ വൃത്തികേടാവാനൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ എപ്പോഴും തുടക്കാറുണ്ട്. എനിക്ക് എപ്പോഴും തുടച്ചില്ലെങ്കിൽ എന്തോ പോലെ തോന്നും. ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. മഴയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. എപ്പോഴാണ് പെയ്യുന്നതൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ തുണിയാണെങ്കിൽ ഇന്നലത്തെ തുണിയും അവിടെ കിടക്കുകയാണ്. ഞാൻ എടുത്തിട്ടില്ല ബാൽക്കണിയിൽ നിന്ന്. ഇന്നത്തെ തുണിയാണെങ്കിൽ ഇനി അലക്കാനുണ്ട്. അതൊക്കെ അലക്കിയിട്ട് എവിടെ ഇടും എന്ന ചിന്തയിലാണ് ഞാനിപ്പോൾ. മഴ വന്നാലും ഞാൻ പെട്ടുപോവും. ഇവിടെയാണെങ്കിൽ പുറത്ത് നല്ല കാലാവസ്ഥയാണ്, പക്ഷെ അകത്ത് നല്ല ചൂടാണ് കേട്ടോ. പുറത്ത് മഴ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷെ അകത്ത് ഭയങ്കര ചൂടാണ്. മഴ വരാനാകുമ്പോൾ ഉള്ളൊരു ചൂടില്ലേ, ആ ചൂട് ആണ്. നല്ലതുപോലെ ഉണ്ട് ചൂട്. ഇങ്ങനെ വേർത്ത് കുളിക്കുന്നുണ്ട് എനിക്ക്. ഫാനൊക്കെ ഇട്ടതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ റൂമൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. കിച്ചണിലാണെങ്കിൽ സൈഡിൽ ഉറുമ്പ് ആദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡെറ്റോളൊക്കെ ഇട്ടിട്ടാണ് തുടച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഡെറ്റോൾ ഇടുമ്പോൾ എനിക്ക് ഉറുമ്പ് കുറച്ച് കുറയുന്നത് പോലെ തോന്നുന്നു. എന്താണെന്നറിയില്ല, ചിലപ്പോൾ അതിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടായിരിക്കും തോന്നുന്നു ഉറുമ്പ് അധികം വരാതിരിക്കണത്. അല്ല, എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഡെറ്റോൾ ഉപയോഗിച്ചാൽ ഉറുമ്പ് പോവുമോയെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ അവിടെയും തുടച്ചിട്ട് നേരെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയും കൂടി തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ അടിക്കലും തുടക്കലും കഴിഞ്ഞു. രാവിലെ ഇത്രയും പണി കഴിഞ്ഞാൽ നമുക്ക് പകുതി പണി കഴിഞ്ഞതുപോലെ തോന്നും. പിന്നെ അലക്കാനുണ്ട്. അപ്പം ഞാൻ കുളി കഴിഞ്ഞിട്ട് അലക്കലും കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിയാൻ വേണ്ടിയിട്ട് മെഷീനിലിടാം. വെള്ളം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുണി ഇങ്ങനെ അലക്കുന്നത് കേട്ടോ. ഇതിനകത്തിടാൻ നമുക്ക് ഒത്തിരി വെള്ളം വേണം. അപ്പോൾ എൻ്റെ വെള്ളം പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെയാണ് കുറച്ച് തുണി ഉണ്ടാകുമ്പോൾ ചെയ്യുന്നത്. കൂടുതലുണ്ടെങ്കിൽ മെഷീനിൽ തന്നെ ഇടാറുണ്ട് കേട്ടോ. വെള്ളമൊന്നും നോക്കാറില്ല. അപ്പോൾ നമ്മളിതാ തുണിയൊക്കെ അലക്കിയിട്ട് ഞാൻ പിഴിയാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ തലയിലുള്ള തോർത്തൊന്ന് അയച്ചിട്ട് മുടിയൊക്കെ ഒന്ന് കുടഞ്ഞ്
പിന്നെ കുറച്ച് ഫെയർ ആൻഡ് ലവ്ലി എടുത്തിട്ട് മുഖത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് നേരെ വിളക്ക് വെക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെയാണ് കേട്ടോ, കുളിച്ച് കഴിഞ്ഞാൽ ആണ് വിളക്ക് വെക്കാറുള്ളത്. ലേറ്റ് ആവുന്നത് ഞാൻ നോക്കാറില്ല കേട്ടോ. രാവിലെ കുളിച്ചാൽ രാവിലെ വിളക്ക് വെക്കും. ഇത്തിരി ലേറ്റ് ആയിപ്പോയാൽ പിന്നെ അങ്ങനെ തന്നെ ലേറ്റ് ആയ ടൈമിൽ തന്നെ വിളക്ക് വെക്കലാണ് പതിവ്. അപ്പം ഞാൻ വിളക്കൊക്കെ വെച്ചിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമുക്ക്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തുണിയൊക്കെ പിഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പുറത്ത് ഒടുക്കത്തെ മഴയാണ്. ചെറിയ മഴയൊന്നുമല്ല കേട്ടോ, നല്ല മഴയുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് ഇറങ്ങാതിരുന്നത്. ബാൽക്കണിയിലൊക്കെ ഇത് വെള്ളം ഇങ്ങനെ കെട്ടി വരുന്നുണ്ട്. മെഷീനിൽ തുണി ആവാറായി, പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ആറിടാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ എടുത്തിട്ട് ഇരുന്നിട്ടുണ്ട്. 2 ഇഡ്ഡലിയൊന്നും അല്ല കേട്ടോ, ഒരു 4-5 ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.